മണം മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ. അത്രയോ അടിപൊളി കറിയാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതിൽ മെയിൻ തക്കാളിയാണ്. ഒന്ന് പോരാ, 1, 2, 3 ആയാലും കുഴപ്പമില്ല. മഞ്ഞളും മുളകും ഇട്ട് അരച്ച തേങ്ങനകത്ത് കുറച്ച് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി അരച്ചെടുക്കുക. കുറച്ച് പുളിയും കൂടെ വെള്ളത്തിൽ പുതിർത്ത് വെക്കാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ഇനി ഇവന്മാരെ മാരിനേറ്റ് ചെയ്ത് വെക്കലാണ് അടുത്ത പണി. ഇനി അങ്ങോട്ട് ഗ്യാസ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ വെപ്രാളത്തിനിടയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതാണ്. ഗ്യാസ് അങ്ങ് ഓഫ് ആക്കുക. കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളും അരച്ച തേങ്ങയും വാളംപുളിയും വെള്ളവും ഉപ്പും ചേർത്ത് നല്ലോണം അങ്ങ് പതപ്പിക്കാൻ വെക്കുക. പതക്കുന്നതിന് മുന്നേ ടേസ്റ്റ് നോക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നല്ലോണം തിളക്കണം. ഇതുപോലെയല്ല, ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയം മാരിനേറ്റ് ചെയ്ത് വെച്ച മീനും കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്ത സംഭവം സെറ്റാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും മുളകും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു കറിനകത്ത് തക്കാളിന്റെ ടേസ്റ്റ് ആയിരിക്കണം കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ചൂട് ചോറിനകത്ത് ഇതിങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അപാര ടേസ്റ്റ് ആണ്. അപ്പൊ മീൻ പ്രേമികളായി നിങ്ങളെ ഫ്രണ്ട്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി മറക്കണ്ട കേട്ടാ.